ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപം നടത്തിയ മന്ത്രിമാർക്കെതിരെ നടപടിയെടുത്ത് മാലദ്വീപ് സർക്കാർ. 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തതാണ് നടപടിയെടുത്തത്. ഗതാഗത സിവിൽ മന്ത്രാലയം ഡെപ്യൂട്ടി മന്ത്രി ഹസൻ സിഹാൻ, യൂത്ത് എംപവർമെന്റ്, ഇൻഫർമേഷൻ ആൻഡ് ആർട്സ് ഡെപ്യൂട്ടി മന്ത്രി മറിയം ഷിയൂന മൽഷ എന്നിവർക്കെതിരെയാണ് നടപടി. മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനു പിന്നാലെയായിരുന്നു വിവാദങ്ങളുടെ തുടക്കം. ലക്ഷദ്വീപിനെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി ഉയർത്തി ഇന്ത്യ മാലദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറ്റുകയാണെന്ന മന്ത്രി അബ്ദുള്ള മഹ്സൂം മജീദിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് തുടക്കം. പിന്നാലെ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ച് മന്ത്രി മറിയം ഷിയൂനയും രംഗത്തെത്തി. നരേന്ദ്രമോദിയെ കോമാളിയെന്നും ഇസ്രായേലിന്റെ പാവ എന്നും വിളിച്ചായിരുന്നു അധിക്ഷേപം. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധവുമായി ഇന്ത്യക്കാരുമെത്തി. മാലദ്വീപിലേക്കുള്ള യാത്രകളും ബുക്കിംഗുകളും റദ്ദാക്കിയിരുന്നു. ഇന്ത്യക്കാരുടെ പ്രതിഷേധം തുടർന്ന് വിശദീകരണവുമായി മാലദ്വീപ് സർക്കാർ രംഗത്തെത്തി. വിദേശ നേതാക്കൾക്കും ഉന്നത വ്യക്തികൾക്കുമെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന അപകീർത്തികരമായ പരാമർശങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് വ്യക്തിപരമാണെന്നും മാലദ്വീപ് സർക്കാരിന്റെ അഭിപ്രായമല്ലെന്നുമായിരുന്നു വിശദീകരണം. മാത്രമല്ല, ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് മടിയില്ലെന്നും വ്യക്തമാക്കി. ഇതിനു പിന്നാലെയാണ് 3 മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്തത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മാലദ്വീപിലേക്കുള്ള 8000-ലധികം ഹോട്ടൽ ബുക്കിംഗുകളും 2500 വിമാന ടിക്കറ്റുകളുമാണ് ഇതിനകം റദ്ദാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. മാലദ്വീപ് മന്ത്രി മറിയം ഷിയൂനയാണ് മോദിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയത്. പ്രധാനമന്ത്രി മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ പരിഹസിച്ചായിരുന്നു മന്ത്രിയുടെ അധിക്ഷേപകരമായ പരാമർശം. മാലദ്വീപിലെ യുവ ശാക്തീകരണ മന്ത്രിയാണ് ഷിയൂന. നരേന്ദ്രമോദിയെ കോമാളിയെന്നും ഇസ്രായേലിന്റെ പാവ എന്നും വിളിച്ചായിരുന്നു പരിഹാസമെന്നാണ് പറയുന്നത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ നരേന്ദ്രമോദി പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരുന്നു ഇത്തരം അപകീർത്തി പരാമർശം.